വായിൽ തോന്നിയത് കോതക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെയാണ് മോദിയും ധനമന്ത്രി നിർമ്മല സീതാരാമനും പറയുന്ന ചില പറച്ചിലുകൾ. ഈ രാജ്യത്തെ നിങ്ങൾ കൊണ്ടുപോയി തുലച്ചു കളയരുതെന്ന് പാർലമെന്റിനകത്ത് പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ പ്രതിപക്ഷത്തിനു വേണ്ടി പറയേണ്ടി വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. രണ്ടാം മോദി സർക്കാരിന്റെ കാലം തൊട്ട് തന്നെ ധനമന്ത്രിയായിരുന്ന നിർമ്മല സീതാരാമൻ പറയുന്ന ഒരു കാര്യമുണ്ട്: നമ്മുടെ രാജ്യം വലിയ വികസന കുതിപ്പിലാണ്. അതുകൊണ്ട് തന്നെ 2047ഓടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകുമെന്നൊക്കെയാണ്. എന്നാൽ എന്തടിസ്ഥാനത്തിലാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ധനമന്ത്രിയും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക രാജ്യമാകുമെന്ന് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ യാതൊരു ഉത്തരവുമില്ല. തെളിവുകളും രേഖകളും ഇതൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ മോദിയുടെ ഈ പൊള്ളത്തരങ്ങളെ തുറന്നുകാട്ടുകയാണ് റിസർവ് ബാങ്ക് ഗവർണർ. വ്യക്തമായ കണക്കുകളും രേഖകളും ഒന്നും ഇല്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് പലക്കുറി ആവർത്തിക്കുമ്പോൾ തെറ്റാണെന്ന് പറയാൻ BJPയിലെ മറ്റ് നേതാക്കന്മാർ തയ്യാറാകുന്നില്ല. മോദി പറയുന്നത് തെറ്റാണെന്ന് ബോധ്യമാകാത്തത് കൊണ്ടാണോ അതോ തെറ്റാണെന്ന് വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റമില്ലാത്തത് കൊണ്ടാണോ എന്ന് വ്യക്തമല്ല. അതുകൊണ്ട് കൂടിയാണ് റിസർവ് ബാങ്ക് ഗവർണർക്ക് മോദിയുടെ പൊള്ളത്തരങ്ങളെ തുറന്നു കാട്ടേണ്ടി വരുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യയെ സൂപ്പർ പവർ എന്ന് വിളിക്കുന്നതിനെ വിമർശിച്ചുകൊണ്ടാണ് മുൻ റിസർവ് ബാങ്ക് ഗവർണർ രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു സുപ്രഭാതം കൊണ്ട് ഒറ്റയടിക്ക് നമ്മുടെ രാജ്യത്തിന് സൂപ്പർ പവർ ആവാൻ സാധിക്കില്ല. അതിന് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ടെന്നാണ് അദ്ദേഹം മോദിയെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നത്. എന്നാൽ ഇപ്പോഴേ സൂപ്പർ പവർ ആണെന്ന് പറയുന്നതും ചിലർ ആ നേട്ടത്തെ സ്വയം പുകഴ്ത്തുന്നതും ബാലിശമാണെന്നും ഇനിയും പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലേ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇന്ത്യക്ക് കഴിയൂവെന്നും രാജൻ പറഞ്ഞു. ആഗോള ശ്രദ്ധ കിട്ടാൻ GDP വളർച്ചയിലെ വലിയ സംഖ്യ ഉയർത്തിക്കാട്ടി ഇന്ത്യൻ സമ്പദ്സ്ഥിതിയെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്തരുത്. മാനവ വിഭവശേഷി വളർത്തുക, ഈസ് ഓഫ് ഡൂയിങ് ഉറപ്പാക്കുക, നിലവാരമുള്ള തൊഴിലുകൾ സൃഷ്ടിക്കുക, സ്ഥാപനങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുക എന്നിവ അനിവാര്യമാണ്. സ്വയം പുകഴ്ത്തും മുൻപ് യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നും അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. കൂടാതെ സൂപ്പർ പവർ ആകാൻ ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യണം. വെറുതെ മുദ്രാവാക്യം വിളിച്ചത് കൊണ്ടായില്ല. ആ ലക്ഷ്യം നേടാൻ ഓരോരുത്തരും ഓരോ ദിവസവും ശ്രമിക്കണം. അതിപ്പോൾ പട്ടാളക്കാരനായാലും സാധാരണക്കാരനായാലും ഡോക്ടർ ആയാലും വിശ്രമിക്കും മുൻപ് അടുത്ത 30 വർഷമെങ്കിലും കഠിനാധ്വാനം വേണം. ഇപ്പോഴേ സൂപ്പർ പവർ ആണെന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം ശ്രദ്ധ മാറും. അത് ദോഷം ചെയ്യും. ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യ പുരോഗതി ഉന്നമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വേണ്ടതെന്നും കൂടി അദ്ദേഹം അടിവരയിടുന്നുണ്ട്. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ രാജ്യത്തിന് ദോഷം മാത്രമേ സമ്മാനിക്കൂ എന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ രാജ്യത്ത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം അതിഭീകരമാണ്. അതുകൊണ്ടാണല്ലോ ബോംബെ ചേരികളെ ടാർപ്പ വെച്ച് മോദിക്ക് മറച്ചു പിടിക്കേണ്ടി വന്നത്. ഇതുകൂടി പരിഹരിച്ച് അസമത്വങ്ങളെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഇത്തരം നേട്ടങ്ങളെ നമുക്ക് കൊയ്തെടുക്കാനാവൂ. അല്ലാത്ത പക്ഷം ഈ വീമ്പ് പറിച്ചിൽ രാജ്യത്തിന് അപകടമാണ്.